എന്താ മനുഷ്യ രാവിലെ തന്നെ വന്ന് തൊള്ള തുറന്ന് അലർന്നേ? നിങ്ങൾ പത്രം വായിച്ച് ചായ കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം എന്ന് വല്ല ഓർമ്മയുണ്ടോ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും അറിയില്ലേ? എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസാ. അതൊന്നും അല്ല, ഇന്ന് വീട് വെഞ്ചരിപ്പാ. ദൈവദൂഷണം പറയാതെ മനുഷ്യ, നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല, നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. മിക്കവാറും വെഞ്ചരിപ്പം കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെ എഴുന്നേറ്റും തോന്നില്ല. അതെങ്ങനെയാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈലിൽ തോണ്ടിരിപ്പല്ലേ? സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാറൊന്ന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ കരയും ചേർന്നിട്ട് നിൽക്കാണ്ട് ബാക്കിയുള്ള എന്നെ കൂടെ എണീപ്പിക്കും. എന്നിട്ട് പോയാൽ മുറിയൊക്കെ വൃത്തിയാക്കി. അത് ഉപയോഗിച്ചിട്ട് കുറെ തപ്പി എടുക്കണം. എല്ലാവരോടും ആയിട്ട് പറയാം, വേഗം ബൈബിള് തപ്പിയെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ ഇല്ലാന്ന് വന്നാ നാണക്കേടാ. ശരി, നീ ആ അപ്പുറത്തെ ശാന്തമ്മയുടെ വീട്ടിൽ പോയിട്ട് ബൈബിള് വാങ്ങിക്കൊണ്ട് വന്നേ. എന്തിനാ അമ്മ ശാന്തി ആന്റിയുടെ വീട്ടിൽ പോയത്? ഞാൻ മേരി ആന്റിക്ക് ഡ്രസ് ശരിയാക്കി. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മളെ പിടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്തു പറയാൻ കൊള്ളാത്തിട്ട് ഞാൻ അവളെ വിളിച്ചതാ. മാത്രമല്ല അവളുടെ സ്വഭാവം മോശം. നീ വേഗം പോയിട്ട് ശാന്തമ്മയുടെ അടുത്ത് വാങ്ങിക്കോ. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? ആ, നീ വരുന്നു. ആ, എന്നാ നടക്കട്ടെ. അച്ഛാ സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്ത് നിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ അവള് തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് മതി അച്ഛാ. അച്ഛൻ ആ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാൻ. ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ല അച്ഛാ, ഭയങ്കര തിരക്കാ. രാവിലെ മാത്സ് ക്ലാസ്, പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്. ഒട്ടും സമയമില്ല.
ഞാൻ പള്ളിയിൽ വരാറ്. അച്ഛൻ കാണാത്ത. വരുന്നുണ്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ എന്നെ പള്ളിയിൽ വിളിക്കുന്നുണ്ടോ? മക്കളെ, സൺഡേ സ്കൂളിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഞാൻ പറഞ്ഞതിற்கு ഒരു അനുസരണയില്ല. അതിന് നിങ്ങളല്ലേ ഞായറാഴ്ച വരാറുണ്ട്? ഇല്ലച്ച, സാഹചര്യമൊക്കെ വരുമ്പോഴൊക്കെ വരാറുണ്ട്. കുടുംബക്കാർക്ക് നീക്കുന്നുണ്ട്. അതങ്ങനെയല്ല അച്ഛാ. വർക്ക് കഴിഞ്ഞോ നിങ്ങൾക്ക് സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ അവരെ അവിടെ എത്തിക്കാനും പറ്റും. അച്ഛൻ ട്യൂഷൻ മാത്രമല്ല, എന്റെ കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കളെ, ഭക്ഷണം കഴിക്കുന്ന സമയം കിട്ടാറുണ്ട്. ഭക്ഷണം മുടങ്ങിയാലും സ്കൂളിൽ മുടങ്ങിയാലും ട്യൂഷൻ പോകാൻ പാടില്ല. അതാണ് അല്ലേ? ഇപ്പോഴും കഷ്ടപ്പെടല്ല. ഞാൻ മക്കളെ, ഇപ്പോൾ നമ്മൾ കൈതാകാലത്ത് കൈതകാലം ഇപ്പൊ മഴക്കാലല്ലോ. കാര്യം വേർപാട് ട്യൂഷൻ എഴുതുന്നത് അവരെ പറ്റി എങ്ങനെ കൈതാകാലം നമ്മൾ ദൈവം ഫലം നഷ്ടപ്പെടുന്നു എന്നാൽ ഞായറാഴ്ച പച്ചപ്പുറത്തി എന്റെ പ്രധാനപ്പെട്ട തുടർന്ന് പ്രാർത്ഥനയും ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ? ഇതൊക്കെ നമുക്ക് പറ്റണം. ദൈവത്തിനായിരിക്കണം ഇവിടെ നമ്മുടെ വരുന്ന മനുഷ്യരും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. മക്കളുടെ ദൈവത്തെ മാതാപിതാക്കൾ നിങ്ങളെല്ലാം സ്ഥിരമായി ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയതാണ്. ഞങ്ങൾ മനസ്സിലാക്കും. ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞായറാഴ്ച കുർബാന ഞങ്ങൾ കൊടുക്കത്തേ ഇല്ല. കുടുംബത്താർക്കൊന്നും നടക്കില്ല. Praise the Lord. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നു.